ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കോപ്പറേഷനാണ്. നമുക്കതിൽ നോക്കേണ്ടത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് നമ്മളതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് ഫോമിൽ ICA. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന പേര് ICA. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1895. എ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ കോൺഗ്രസ് ഹെൽഡ് ഇൻ ലണ്ടൻ. അതായത് ലണ്ടനിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നടക്കുന്ന സമയത്ത്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടക്കുന്ന സമയത്ത് 1895 ഈ കോപ്പറേറ്റീവ് ICA എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായത്. ICA എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓൾഡസ്റ്റ് ഓർഗനൈസേഷനാണ്. നമുക്ക് പറയാം ICA എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ഓർഗനൈസേഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ആൻഡ് ഇറ്റ് ഈസ് സോൾവിങ് പ്രോബ്ലം ഓൾ ഓവർ ദി വേൾഡ്. ആഗോള തലത്തിലുണ്ടാകുന്ന സഹകരണ മേഖലയുടെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും അതിനാവശ്യമായ ഒരു വഴി കണ്ടെത്തുകയും ഈ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും. ആൻഡ് ഓൾസോ ഇറ്റ് ഓർഗനൈസ്ഡ് സെവറൽ ഓക്സിലറി ഓർഗനൈസേഷൻ ലൈക്ക് ട്രേഡിംഗ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അതുകൂടാതെ ICA എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫീൽഡ് വെച്ചിട്ട് അതിനനുബന്ധമായ ഒരുപാട് ഓക്സിലറി യൂണിറ്റുകളും രൂപീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓക്സിലറി? ട്രേഡിംഗ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ICA? ICA എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമോട്ട്, ലക്ഷ്യങ്ങൾ, objects of ICA. The first is promote cooperation all over the world. Principles of cooperation, cooperative organization ആഗോളതലത്തിൽ സഹകരണത്തിന് പുതിയ നയമുണ്ടാക്കുക. അതിനേക്കാളുപരി ആ പുതിയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ശക്തി നൽകലാണ് ഈ പറയുന്ന ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ഓവർ ആഗോളതലത്തിൽ എന്തുണ്ടാക്കുക? കോപ്പറേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ പ്രമോഷൻ വർദ്ധിപ്പിക്കുക. ആ കോപ്പറേറ്റീവ് കൺസെപ്റ്റിൻ്റെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകൾ, കോപ്പറേറ്റീവ് യൂണിയനുകൾ, പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പ്രമോട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്. പ്രമോട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആഗോളതലത്തിൽ സഹകരണത്തിൻ്റെ നിയമം, തത്വം, അത് ആഗോളതലത്തിൽ വ്യാപിപ്പിക്കൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടും. ആൻഡ് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. നമ്മൾ പറയുന്നത് എന്താ? ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഓർഗനൈസേഷനെയും പ്രിൻസിപ്പിൾസിനെയും ആഗോള തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത്. അപ്പോൾ ICAയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പല രാജ്യങ്ങളിലും പല കോപ്പറേറ്റീവ് കൺസെപ്റ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ആഗോള തലത്തിൽ എത്തിക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ആൻഡ് ഓൾസോ എ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഓർ റിലേഷൻഷിപ്പ് ടു ദി ഓർഗനൈസേഷൻ. നമുക്കറിയാം ആഫ്രിക്ക, ഇന്ത്യ, ഏഷ്യ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് ICA എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിൽ തമ്മിലുള്ള യൂണിയനുകൾ, അസോസിയേഷനുകൾ, ഓർഗനൈസേഷനുകൾ തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കൽ ഇവരുടെ ലക്ഷ്യത്തിൽ പെടുമെന്നുള്ളതാണ്. പ്രൊമോട്ട് എക്കണോമിക് റിലേഷൻ ഓഫ് ദി കൺട്രീസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ. അതുകൂടാതെ ആഗോളതലത്തിൽ ICAയുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികേതര ബന്ധം വർദ്ധിപ്പിച്ചെടുക്കുക. ICAയിൽ അംഗരാജ്യങ്ങളുണ്ട്. ആ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കൽ ഈ ലക്ഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാമെന്നുള്ളതാണ്. പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രാം ഓഫ് ദി പീപ്പിൾ ഓഫ് ഓൾ ഓവർ ദി കൺട്രി.
സഹകരണ മേഖലയുടെ തത്വമനുസരിച്ച് ആഗോളതലത്തിലുള്ള ജനങ്ങളുടെ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുകയും അതുവഴി അവരുടെ സാമ്പത്തിക സാമൂഹ്യ ജീവിതമാർഗം ഉയർത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ അടുത്ത ലക്ഷ്യമായിട്ട് നമുക്ക് പറയാവുന്നത്. ടു വർക്ക് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ കോപ്പറേറ്റീവ് എഫേർട്ട്. ആഗോളതലത്തിൽ എന്തുണ്ടാക്കിയെടുക്കണം? സമാധാനവും സുരക്ഷിതത്വവും. അപ്പോൾ സഹകരണ മേഖലയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ആ സമാധാനവും സുരക്ഷിതയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹകരണ മേഖലയിൽ വഴി പുതിയ പ്രസ്ഥാനങ്ങളും അതേപോലെ തൊഴിലവസരങ്ങളും സാമ്പത്തിക വരുമാനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക സിസ്റ്റവും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ്. നമ്മൾ പറയേണ്ടത് എന്താ? ICA എല്ലാ തലത്തിലുമുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. ICA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഓൾ ഓവർ വേൾഡിൽ എല്ലാ തരത്തിലുമുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടത്തേണ്ടത് ICAയുടെ ലക്ഷ്യത്തിൽ പെടും എന്നുള്ളതാണ്. ആൻഡ് മെമ്പർഷിപ്പ് നമുക്കറിയാം, ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്, രാജ്യത്ത് ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. അതിന് അവർ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവരാണ് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ എന്തായിട്ട് വരുന്നത്? മെമ്പർഷിപ്പിൽ വരുന്ന രാജ്യങ്ങൾ. ആർട്ടിക്കിൾ 8 ഓഫ് ഇറ്റ്സ് റൂൾ. ആ മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 8 ഓഫ് ഇറ്റ്സ് റൂൾ. ആർട്ടിക്കിൾ 8 ഓഫ് ഇറ്റ്സ് റൂളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. ഒന്ന്, ആ മെമ്പർഷിപ്പിൻ്റെ റൂളിൽ പറയുന്നത് മെയിൻ ഒബ്ജക്റ്റ് എക്കണോമിക് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം സാമ്പത്തിക സാമൂഹ്യ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കാം. ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം സാമ്പത്തിക സാമൂഹ്യ മേഖലയുടെ നേട്ടത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഇഫ് any institution accepted the Rochdale Pioneer Principle and also reformulated principle of 23rd Congress of ICA accepted to become member. അതായത് നമുക്കറിയാം, ആഗോളതലത്തിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് റോക്കഡേൽ പൈനിയർ. ആ റോക്കഡേൽ പൈനിയർ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ 23ാമത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് അംഗീകരിച്ച റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്താണോ അത് നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കോപ്പറേറ്റീവ് ICAയുടെ മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്നു. ദ വർക്കിംഗ് ഓഫ് ദി എൻ്റർപ്രൈസസ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ എയ്ഡ് സച്ച് ആസ് എ അസോസിയേഷൻ ഓഫ് സൊസൈറ്റി ഈസ് കൺസിഡർഡ് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് പരസ്പരം എല്ലാ അംഗങ്ങളും കൂടിച്ചേർന്ന് ഒരുമിച്ച് പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം മ്യൂച്വൽ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർക്ക് ഇതിൽ മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി 23rd കോൺഗ്രസ് ഓഫ് ICA. അതേപോലെ നമ്മൾ പറയുന്ന ICAയുടെ 23rd കോൺഗ്രസ്സിൽ കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ വിഷയങ്ങൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇനി ആ 23rd കോൺഗ്രസ്സിൽ പറഞ്ഞ ചില കൺസെപ്റ്റുകൾ എന്താണ്? ദ ഡിസിഷൻ ടു ദി അഡ്മിഷൻ ICA ബോർഡ്. ആർക്കൊക്കെ ഏതൊക്കെ അംഗരാജ്യങ്ങളിലെ സൊസൈറ്റികൾക്ക് ഇതിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ICAയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആൻഡ് അപ്പീൽ ക്യാൻ ബി മെയ്ഡ് ടു ദി ജനറൽ ബോഡി. ഇനി എന്തെങ്കിലും കാരണവശാൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ലാസ്റ്റ് തീരുമാനം, അവസാന വാക്കെടുക്കേണ്ടത് ജനറൽ ബോഡിയാണെന്ന് പറയുന്നുണ്ട്. ജനറൽ ബോഡി, ജനറൽ അസംബ്ലിക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ അധികാരം. എപ്പോഴും ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് തീരുമാനം എടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. മെമ്പർഷിപ്പ് വളണ്ടറി ആണ്, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് നേച്ചർ. നമ്മൾ പറയേണ്ടത് എന്താ? ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാം. ജാതി, മതം, വർണ്ണം, വിവേചം, രാഷ്ട്രീയം അങ്ങനെ ഒരു കാര്യങ്ങളും നോക്കാതെ സഹകരണ തത്വങ്ങൾ പാലിക്കുന്ന
എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് ICA പറയുന്നു. മെമ്പർഷിപ്പ് ഓഫ് ഓൾ പേഴ്സൺ യൂസ് ഓഫ് സർവീസ്, നമ്മൾ പറയേണ്ടത് എന്താ? അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യാം എന്നൊരു ഓത്ത് അംഗീകരിക്കുകയും ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. ആ ഗുണം കിട്ടേണ്ടത് ആ വ്യക്തിക്കല്ല, പകരം പബ്ലിക്കിനാണ്, സൊസൈറ്റിക്കാണ്. അങ്ങനെ പബ്ലിക്കിന് ഗുണം കിട്ടുന്ന രീതിയിൽ സാമ്പത്തിക സാമൂഹിക മേഖലകൾ പ്രവർത്തിക്കുന്ന ആർക്കും, പ്രത്യേകിച്ച് സഹകരണ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിൻ്റെ മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് നേച്ചറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മറ്റൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് ഇലക്ഷനും അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അധികാരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ട്, 1 man 1 vote, അതാണ് 1 man 1 vote. അങ്ങനെയാണ് നമ്മൾ ബോർഡിനെ ഇലക്ട് ചെയ്യേണ്ടത്. ആ ബോർഡായിരിക്കും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടത്. അതേപോലെ എല്ലാ പ്രൈമറി സൊസൈറ്റികൾക്കും യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. എല്ലാ പ്രൈമറി സൊസൈറ്റികൾക്കും മെമ്പർഷിപ്പ് കിട്ടും. ഈക്വൽ റൈറ്റ്സ് ആണ് ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ഡെമോക്രാറ്റിക് ബേസിസിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡെമോക്രാറ്റിക് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റിലൂടെയാണ്. ഡെമോക്രാറ്റിക് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ വോട്ട് ചെയ്ത് ആ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാണ് അതിലിരിക്കാനുള്ള അധികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പറയേണ്ടത് ഈ ഇങ്ങനെയുള്ള സൊസൈറ്റികളുടെ പ്രത്യേകത ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന് ആനുപാതികമായിട്ട് ഇൻട്രസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ കിട്ടാറില്ല എന്നുള്ളതാണ് ഈ സൊസൈറ്റികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിലെ അംഗങ്ങൾക്ക്, ഡയറക്ടേഴ്സിന്, മെമ്പേഴ്സിന്, ഓഫീസേഴ്സിന്, ജനറൽ പബ്ലിക്കിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റൂൾസ്, റെഗുലേഷൻ, തത്വങ്ങളൊക്കെ വ്യാപിപ്പിക്കാനായിട്ട് എല്ലാ സൊസൈറ്റികളും ശ്രമിക്കണം. മെമ്പേഴ്സിന്, ഡയറക്ടേഴ്സിന്, ഓഫീസേഴ്സിന്, ജനറൽ പബ്ലിക്കിനൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, റൂൾസ്, റെഗുലേഷൻസ്, തത്വങ്ങളൊക്കെ കൈമാറാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ വർക്കിംഗ് ആസ് എ കോപ്പറേറ്റീവ് ബേസിസ് ലോക്കൽ, നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ലെവൽ. എങ്ങനെ വേണമെങ്കിലും ഇതിൽ അംഗങ്ങളായ സൊസൈറ്റികൾക്ക് പ്രവർത്തിക്കാം. നാഷണൽ ലെവലിലാകാം, ഇൻ്റർനാഷണൽ ലെവലിലാകാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലോക്കൽ ലെവലിലൊക്കെ വേണമെങ്കിൽ പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദ എക്കണോമിക് റിസൾട്ട് നമ്മൾ പറയുന്നത് എന്താ? ഇതിൽ നിന്നുണ്ടാകുന്ന ലാഭം, ആ ലാഭം അംഗരാജ്യങ്ങൾക്ക് വീതിച്ച് കൊടുക്കണം. അതായത് ലാഭം ഉണ്ടാകുമല്ലോ, ആ ലാഭം ഉണ്ടാകുമ്പോൾ ലാഭം അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. ഓൺ ദി ബേസിസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ. നമുക്ക് പറയാവുന്നത് എങ്ങനെയാണ്? അവർക്ക് ലാഭം വീതിച്ചു കൊടുക്കേണ്ടത് ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇനി എലിജിബിലിറ്റി ഫോർ മെമ്പർഷിപ്പ്. ആർക്കൊക്കെയാണ് ഇതിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാഷണൽ യൂണിയൻ ഓർ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ രാജ്യങ്ങളിലെയും നാഷണൽ യൂണിയനോ അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കോ ICAയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അത് ഏത് രാജ്യങ്ങളിലാണെങ്കിലും. ആൻഡ് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ, എല്ലാ രാജ്യങ്ങളിലെയും നാഷണൽ ഫെഡറേഷനുകൾക്ക് ICAയിൽ മെമ്പർഷിപ്പ് കിട്ടും. റീജിയണൽ യൂണിയൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ റീജിയണൽ യൂണിയനുകൾക്ക് അതിൽ മെമ്പർഷിപ്പ് കിട്ടും. കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കിട്ടും. കൺസ്യൂമർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കിട്ടും. അഗ്രികൾച്ചറൽ ഓർ ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസർ ഓർ ആർട്ടിസാൻസ് കോപ്പറേറ്റീവ്സ്, നമുക്ക് പറയാം ഹാൻഡിക്രാഫ്റ്റ്, ആർട്ടിസാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഹൗസിംഗ് ആൻഡ് ബിൽഡിംഗ് സൊസൈറ്റികൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് മേഖലയിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകൾക്ക് എന്ത് കിട്ടും? മെമ്പർഷിപ്പ് കിട്ടും. എനി അതർ പേഴ്സൺ ഓർ അസോസിയേഷൻ ദയർ എയിം ടു പ്രൊമോട്ട് കോപ്പറേഷൻ ടു ബിക്കം മെമ്പർ. ഇനി ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ മെമ്പറാകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അവർ സഹകരണ മേഖലയുടെ തത്വങ്ങൾ, നിയമങ്ങൾ, വ്യവസ്ഥകളൊക്കെ പാലിക്കുന്നവരാവണമെങ്കിൽ അവർക്കൊക്കെ മെമ്പർഷിപ്പ് കിട്ടും.
അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ മെമ്പർഷിപ്പ് കിട്ടുന്നവരാരാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും നാഷണൽ യൂണിയനുകൾ, നാഷണൽ ഫെഡറേഷനുകൾ, അതേപോലെ മറ്റു മേഖലകൾ, അത് ബാങ്കിങ് ആകാം, ഇൻഷുറൻസ് ആകാം, ഫിഷറീസ് ആകാം, അഗ്രികൾച്ചർ ആകാം, പിഗറി ആകാം, ദെൻ മിൽക്ക് പ്രൊഡ്യൂസ്, അങ്ങനെ ഏതൊക്കെയാണോ ഫെഡറേഷനുകൾ ഉള്ളത് അവർക്കൊക്കെ ഇതിൽ മെമ്പർഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ സഹകരണ തത്വങ്ങളും നിയമങ്ങളും പബ്ലിക്കിലേക്ക് കൂടുതൽ അവയർനെസ്സായി കൊടുക്കുന്ന എല്ലാവർക്കും മെമ്പർഷിപ്പ് കിട്ടാനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പാണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ്? ICA കൊടുക്കുന്ന ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നോക്കുക, ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ്. ടൈപ്സ് ഓഫ് മെമ്പർഷിപ്പ്. ആദ്യം മെമ്പേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഫുള്ളി പാർട്ടിസിപ്പേറ്ററി. 3 തരം മെമ്പർഷിപ്പാണ് കൊടുക്കുക. 3 ടൈപ്സ് മെമ്പർഷിപ്പ്. 3 ടൈപ്സ്. ഫസ്റ്റത്തെ മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി പാർട്ടിസിപ്പേറ്ററി മെമ്പേഴ്സ്, പാർട്ടിസിപ്പേറ്ററി പവർ. അതായത് ഇത് ഈ രീതിയിൽ എ ക്ലാസ് മെമ്പേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും ആ ICAയുടെ പ്രവർത്തനങ്ങളിൽ ഫുള്ളി പാർട്ടിസിപ്പേറ്ററി എന്നുണ്ടാകും, പവർ ഉണ്ടാകും. അതായത് ICAയുടെ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ, വോട്ടെടുപ്പിൻ്റെ കാര്യത്തിൽ, അങ്ങനെ മറ്റു പല കാര്യങ്ങളിലും വ്യക്തമായ എന്തുണ്ടാകും, ഈ പറയാവുന്ന പവർ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ വരിക? ദേ ഇൻക്ലൂഡ് നാഷണൽ യൂണിയൻ ഓർ ഫെഡറേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഓരോ രാജ്യത്തിൻ്റെയും നാഷണൽ യൂണിയനുകളും ഫെഡറേഷനുകളും ഈ സൊസൈറ്റിയുടെ ഭാഗമാകും, അല്ലെങ്കിൽ ICAയുടെ ഭാഗമായിട്ട് വരുമെന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, നമുക്കറിയാം വേൾഡ് വൈഡിലുള്ള ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളുണ്ട്, അവരൊക്കെ ഓൾറെഡി മെമ്പർമാരാകും. നാഷണൽ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ, ഓരോ രാജ്യത്തും നാഷണൽ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷനുകളുണ്ട്, അവരിതിൻ്റെ ഭാഗമാകും. ആൻഡ് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ, നമുക്ക് പറയേണ്ടത് എന്താ, നാഷണൽ ഫെഡറേഷനുകളൊക്കെ ഓൾറെഡി ഇതിൽ മെമ്പർമാരാകും. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഫുള്ളി പാർട്ടിസിപ്പേറ്ററി ആണ്, ഇവർക്ക് വോട്ടിംഗ് പവർ ഉണ്ട്, ഡിസിഷൻ മേക്കിങ്ങിൽ പവർ ഉണ്ട്. അതായത് ഒരു ICAയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങളിലൊക്കെ ഫുള്ളി അതോറിറ്റി ഉള്ള മെമ്പേഴ്സായിട്ടാണ് ഇവർ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലാസ് മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് അസോസിയേറ്റ് മെമ്പേഴ്സ് എന്നാണ്. രണ്ടാമത്തെ ക്ലാസ് മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് അസോസിയേറ്റ് മെമ്പേഴ്സാണ്. ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് 1954 റൂള് പ്രകാരം ഇവരാണ് എലിജിബിൾ ഫോർ ഫുൾ മെമ്പർഷിപ്പ്. ദേ ആർ എലിജിബിൾ ഫോർ ഫുൾ മെമ്പർഷിപ്പ്. 1954 ആ ICAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നു, താഴെ പറയുന്ന വ്യക്തികൾക്കൊക്കെ ഫുള്ള് മെമ്പർഷിപ്പ് ഉണ്ടാകും. ഇനി മൂന്നാമത്തെ ക്ലാസ് മെമ്പർഷിപ്പിനെ നമ്മൾ സെക്ടറൽ മെമ്പർഷിപ്പ് എന്നാണ് വിളിക്കുന്നത്. സെക്ടറൽ മെമ്പർഷിപ്പ്, അതായത് ഓൾ ബ്രാഞ്ചസ് ഓഫ് ICA ആൻഡ് ദെയർ മെമ്പേഴ്സ് അഫിലിയേറ്റഡ് ടു ICA ആർ സെക്ടറൽ ഫുൾ മെമ്പർഷിപ്പ്. അതായത് ICAയുമായി ചേർന്ന് നിൽക്കുന്ന ICAയുടെ ബ്രാഞ്ചസ്, വിങ്ങുകൾ, അവരൊക്കെയാണ് ഈ സെക്ടറൽ മെമ്പർഷിപ്പിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്. അപ്പം 3 തരം മെമ്പർഷിപ്പ് ICAയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ എ ക്ലാസ് മെമ്പർഷിപ്പ് എന്ന്, രണ്ടാമത്തെ അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന്, മൂന്നാമത്തെ സെക്ടറൽ മെമ്പേഴ്സ് എന്നറിയപ്പെടുന്ന 3 ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഫിനാൻസ് ഓഫ് ICAയ്ക്ക് ആവശ്യമായ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുക? മെയിൻ സോഴ്സ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പേഴ്സ്. അതായത് ഈ ICAയുടെ മെമ്പർമാർ നൽകുന്ന കോൺട്രിബ്യൂഷൻസ് ആണ് അതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ICAയിൽ അംഗങ്ങളായ, മെമ്പേഴ്സായ, എലിജിബിൾ ആയവരാരാണോ അവർ നൽകുന്ന ആ സബ്സ്ക്രിപ്ഷൻ അല്ലെ ഫീസാണ് ആദ്യത്തെ. പിന്നെ അതേപോലെ ICA ചില സ്പെസിഫൈഡ് പ്രൊജക്റ്റുകൾ
നടപ്പാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കും. ആ പ്രൊജക്റ്റിൻ്റെ സ്റ്റഡിയോ ആ പ്രൊജക്റ്റിൻ്റെ സക്സസ്സോ ആ പ്രൊജക്റ്റുകളുടെ മേൽനോട്ടോ അതിൻ്റെ ക്രിയേഷനൊക്കെ അതുവഴി അവർക്ക് കിട്ടുന്ന പ്രൊജക്റ്റ് വഴി കിട്ടുന്ന ഒരു ഇൻകം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ICICIയുടെ ഫിനാൻസ് എന്ന് പറയുന്ന 2 മെത്തേഡാണ്. ഒന്ന് പ്രൊജക്റ്റ് വഴി കിട്ടുന്ന ഫണ്ടും, 2 അതിൽ മെമ്പേഴ്സായ നാഷണൽ യൂണിയനുകൾ കൊടുക്കുന്ന ഫണ്ടുമാണ് ICIയുടെ മെയിൻ ഫിനാൻസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ICIക്ക് ഉണ്ടാകുന്ന ഫിനാൻസ് കഴിഞ്ഞാൽ ഇപ്പോൾ 226 അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകൾ ICIയിൽ മെമ്പർമാരാണ്. ഇപ്പോഴത്തെ ഏകദേശം ICIയിൽ 226 അഫിലിയേറ്റഡ് ഓർഗനൈസേഷനുകൾ ICIയിൽ മെമ്പർമാരാണ് 82 രാജ്യങ്ങളിൽ. ഇത് ഓർഗനൈസേഷനാണ്, 82 രാജ്യങ്ങളിലെ ആൾക്കാരതിലെ മെമ്പേഴ്സാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ മെമ്പർ ഓർഗനൈസേഷൻ ഈസ് 800 മില്യൺ. അതായത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ 800 മില്യൺ പീപ്പിൾ ഈ പറയുന്ന ICIയുടെ ഓർഗനൈസേഷനുകൾ വഴി ICIയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി പ്രൊവൈഡിങ് കോപ്പറേറ്റീവ് ഫിനാൻസ് ബട്ട് ഓൾസോ സപ്ലൈ ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ട്. അതായത് സാമ്പത്തികമായ സഹായങ്ങൾ മാത്രമല്ല ICI നൽകുന്നത്, അതുവഴി ടെക്നിക്കലായ പ്രൊജക്റ്റബിളായ സക്സസ്ഫുള്ളായ മെത്തേഡിനും കൂടി ICI പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ICIയുടെ വരുമാനത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 10 ICI റൂൾ ആർട്ടിക്കിൾ 10 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ, അംഗരാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷനാണ് ഒന്നാമത്തെ ഫണ്ട് എന്ന് പറയുന്നത്. 2 ഡൊണേഷൻസ്, പല വകുപ്പുകളിൽ നിന്നും കിട്ടുന്ന ഡൊണേഷൻസ് അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. പിന്നെ പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക്കേഷൻസ്, അതായത് സെയിൽസ് പ്രൊമോഷൻ വഴി പബ്ലിക്കേഷൻ വഴി കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അതിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ICIക്ക്. ആൻഡ് അതർ സർവീസ് പ്രൊവൈഡഡ് ബൈ ICI, മറ്റു പല സർവീസുകളും ICI പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ICIക്ക് ഫണ്ടും ഉണ്ടാക്കാനുള്ള മെത്തേഡൊക്കെ ഏതാ? ഒന്ന് സബ്സ്ക്രിപ്ഷൻ, അതായത് സ്ഥാപനങ്ങൾ, നമ്മൾ പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് തരുന്ന അംഗസ്ഥാപനങ്ങൾ നൽകുന്ന സബ്സ്ക്രിപ്ഷൻ, അതേമാതിരി ഡൊണേഷൻ, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് അതർ സർവീസസ് പ്രൊവൈഡഡ് ബൈ ICI ഈസ് ദ മെയിൻ ഇൻകം ഓഫ് ICI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ICIക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഈ മേഖലയിലാണ്. അപ്പോൾ എന്താണ് ICI എന്ന് പഠിച്ചു, ICI എന്നാണ് ആരംഭിച്ചതെന്ന് പഠിച്ചു, ICI ലണ്ടനിൽ വെച്ചാണ് സ്ഥാപിച്ചതെന്ന് മനസ്സിലായി. 3 തരം മെമ്പർഷിപ്പ് ഉണ്ടാകും. അവരുടെ ഫിനാൻസ് എന്ന് പറയുന്നത് ഇതാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്, പ്രൊമോട്ട് കോപ്പറേഷൻ ആൻഡ് അതർ അലൈഡ് ആക്ടിവിറ്റീസാണ് ICIയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് നോക്കേണ്ടത് റോൾ ഓഫ് ICI, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട റോൾസ് എന്താണ്. അതായത് അവർ ഈ സമൂഹത്തിന് വേണ്ടി, പബ്ലിക്കിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സഹകരണ മേഖലയ്ക്ക് വേണ്ടി നൽകുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ആക്ട് ആസ് എ ലൈസൺ, കോപ്പറേറ്റീവ് ട്രേഡ് അഗ്രിമെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് കോപ്പറേറ്റീവ് ട്രേഡ് അഗ്രിമെൻറ്റ് വഴി ഇൻ്റർനാഷണൽ ട്രേഡ് വർദ്ധിപ്പിക്കുക. കോപ്പറേറ്റീവ് ട്രേഡ് അഗ്രിമെൻറ്റ് വഴി ഇൻ്റർനാഷണൽ ട്രേഡ് വർദ്ധിപ്പിക്കുക. അപ്പം നമ്മൾ പറയുന്ന കാര്യം എന്താ? സഹകരണ മേഖല വഴി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ലൈസിങ് ഓഫീസായിട്ടാണ് ICI പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ICI എസ്റ്റാബ്ലിഷ്ഡ് ഇന്റർ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി അറ്റ് ഗഹൻഡ് ഇൻ ഇംഗ്ലണ്ട് 1924. അപ്പോൾ ഇതിനു വേണ്ടി 1924 ഗഹൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ ഒരു ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ ഇൻ്റർനാഷണൽ പ്രൊമോഷന് വേണ്ടി 1924 ഗഹൻഡ് ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഗഹൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചു. ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ കോപ്പറേറ്റീവ് ട്രേഡ് അഗ്രിമെൻറ്റ് പ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം.
ദേ ഓൾസോ ഡീൽ ഓൾമോസ്റ്റ് ഓൾ കൺസ്യൂമർ ആർട്ടിക്കിൾ. ഇങ്ങനെ വെറുതെ ഒരു സൊസൈറ്റി രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ആ സൊസൈറ്റി ഒരുവിധം കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കൈകാര്യം ചെയ്തു. ഏതൊക്കെ? ദാറ്റ് ഈസ് പൾസസ്, ഷുഗർ, ഓയിൽ, അനിമൽ ഫാറ്റ്, മീറ്റ്, ഫിഷ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെറ്റിനറി പ്രൊഡക്റ്റ്, അങ്ങനെ ആ പബ്ലിക്കിന് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവർ ആ ഹോൾസെയിൽ സൊസൈറ്റി മുഖേന വിതരണം ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ICA കണ്ടക്റ്റഡ് സർവേ 1965-66. അപ്പോൾ ഈ ഹോൾസെയിൽ സൊസൈറ്റി ഇതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 65-60 കാലഘട്ടത്തിൽ ICA ഒരു സർവേ നടത്തി, ഒരു ഇൻവെസ്റ്റിഗേഷൻ സർവേ. പോസിബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് ട്രേഡ് ആൻഡ് റെക്കമെൻഡഡ്, അതായത് കോപ്പറേറ്റീവ് ട്രേഡ് വിജയിക്കുമോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ താഴെ കാര്യങ്ങൾ കൂടി റെക്കമെൻഡ് ചെയ്തു. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ദി വേൾഡ് ഷുഡ് ഇൻക്രീസ് ഇൻ്റർനാഷണൽ ട്രേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആക്കം കൂട്ടുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങളിലെ വിവിധ സൊസൈറ്റികളുമായിട്ട് ഒരു ട്രൈഅപ്പും ഒരു മാനേജ്മെൻറ്റും ഒരു ആർട്ടിക്കിളൊക്കെ ഉണ്ടാക്കി, ഒരു ബിസിനസ് ഉണ്ടാക്കി, ഒരു സംവിധാനം ഉണ്ടാക്കി അവർ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇനി ഇതിൻ്റെ ചില വഴികളാണ് പറയുന്നത്. 1968 ICAയുടെ മീറ്റിംഗ് കോൺഫറൻസ് ടോക്കിയോയിൽ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി 1968 ICA ടോക്കിയോ മീറ്റിങ്ങിൽ ഇൻ്റർനാഷണൽ ട്രേഡ്, കോപ്പറേറ്റീവ് ട്രേഡ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചർച്ചകളും കോൺഫറൻസുകളൊക്കെ നടന്നു എന്നുള്ളതാണ്. 1969 ഇതിന് തുടർച്ചയായിട്ട് ഏഷ്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് മീറ്റിംഗ്, ട്രേഡ് ഫെയർ, ആ ട്രേഡ് ഫെയർ നടന്ന് ടെഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കറിയാം 1969 ഇതിനനുബന്ധമായി കോപ്പറേറ്റീവ് ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി ഏഷ്യൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ അതിൻ്റെ ആദ്യ പടിയായിട്ട് ടെഹ്റാനിൽ വെച്ച് നടത്തി എന്നുള്ളതാണ്. 1970 വീണ്ടും കമോഡിറ്റി കോൺഫറൻസ്, 1970 കമോഡിറ്റി കോൺഫറൻസ് നടന്നത് ടോക്കിയോ തന്നെയാണ്. കമോഡിറ്റി കോൺഫറൻസ് നടന്നത് ടോക്കിയോയിൽ തന്നെയാണ്. 1970 ആ കമോഡിറ്റി കോൺഫറൻസ് കൺവേർട്ട് ചെയ്തത്. ഇനി ഓൺ അക്കൗണ്ട് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഈ പറയുന്ന 3 മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. 24 ഹോൾസെയിൽ സൊസൈറ്റി രൂപീകരിച്ചു. 68 ICAയുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ്റെ കോൺഫറൻസ് ടോക്കിയോയിൽ നടന്നു. ടെഹ്റാനിൽ ട്രേഡ് ഫെയർ നടന്നു. 70 കമോഡിറ്റി കോൺഫറൻസ് നടന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ട്രേഡിംഗ് മൂവ്മെൻറ്റിന് വളരെയധികം ആക്കമുണ്ടായി അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ട്രേഡിംഗ് കോപ്പറേറ്റീവ്സ് ICA പബ്ലിഷിംഗ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. നമ്മൾ പറയേണ്ട കാര്യം എന്താ? ഈ ഇൻ്റർനാഷണൽ ട്രേഡും വ്യാപാരമൊക്കെ വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ICA എന്ന് പറയുന്ന സംവിധാനം ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡയറക്ടറി അവർ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ അബൌട്ട് ട്രേഡ് കോൺട്രാക്റ്റ് ആൻഡ് കമോഡിറ്റി ലിസ്റ്റ്. അതിലെന്തൊക്കെ ഉൾപ്പെടുത്തി? ട്രേഡ് കോൺട്രാക്റ്റിനെ കുറിച്ചും കമോഡിറ്റി ലിസ്റ്റിനെ കുറിച്ചും ആ ലിസ്റ്റിൻ്റെ പ്രൈസും അതനുബന്ധമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി. For the promotion of international trade, regional office of ICA engages in the following activities. അപ്പോൾ ഈ പ്രമോഷൻ, ഈ ട്രേഡിൻ്റെ പ്രമോഷന് വേണ്ടി നമുക്കറിയാം 4 റീജിയണൽ ഓഫീസുകൾ ICAയ്ക്ക് ഉണ്ട്. ആ റീജിയണൽ ഓഫീസുകൾ വഴി അവർ വ്യാപകമായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു. കളക്ട് ആൻഡ് പബ്ലിഷ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ട്രേഡ്. വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാനും അത് അംഗരാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ICA ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രേഡ് കോൺട്രാക്റ്റ്. അത് മാത്രമല്ല, ട്രേഡ് കോൺട്രാക്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ അഡ്വൈസും എല്ലാ ഹെൽപ്പുകളും ICAയുടെ റീജിയണൽ ഓഫീസുകൾ വഴി ചെയ്തു. പബ്ലിഷസ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് സക്സസ് സ്റ്റോറീസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഫോറിൻ ട്രേഡ്. അത് മാത്രമല്ല, അതിനനുബന്ധമായിട്ട് നമുക്ക് പറയാവുന്ന വേറൊരു കാര്യം, ഈ പല പബ്ലിക്കേഷൻസ് വഴിയും കോപ്പറേറ്റീവ് ട്രേഡിങ്ങിലുണ്ടായ ഉന്നത വിജയം, പല മേഖലകളിലുണ്ടായ ട്രേഡിൻ്റെ വളർച്ച, വ്യാപാരത്തിൻ്റെ വളർച്ച, അതുവഴിയുണ്ടായ ലാഭം, അതുവഴിയുള്ള പ്രോഫിറ്റ്, അതുവഴിയുണ്ടായ വലിയ മുന്നേറ്റം, ഇതൊക്കെ കൂടുതൽ വ്യാപിപ്പിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്.
ഇറ്റ് കണ്ടക്ട് ട്രേഡ് നെഗോഷിയേഷൻസ്. അവരെന്ത് ചെയ്തു? ട്രേഡ് നെഗോഷിയേഷൻ സംഘടിപ്പിച്ചു. ഇറ്റ് പ്രിപ്പയർ ഡോക്യുമെൻറ്റേഷൻ ഫോർ ദി ട്രേഡ്. അതുമാത്രമല്ല, എല്ലാ ട്രേഡുകൾക്കും വ്യക്തമായ ഡോക്യുമെൻറ്റേഷൻ വേണം, റൂൾസ് റെഗുലേഷൻ വേണം എന്ന് അവർ തീരുമാനിച്ചു. ഇറ്റ് കണ്ടക്ട് കോൺഫറൻസസ്, സർവേ ആൻഡ് ഇൻ്റർനാഷണൽ ഫെയർ. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു, സർവേകൾ സംഘടിപ്പിച്ചു, ഇൻ്റർനാഷണൽ ഫെയറുകൾ സംഘടിപ്പിച്ചു. ഇറ്റ് ഡിസിമിനേറ്റ് ഇൻഫോർമേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഗ്രാം. ദെൻ അടുത്ത് നമുക്ക് പറയേണ്ടത് ICA കൊളാബറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ഹാസ് മെയ്ഡ് ബൈലാറ്ററൽ ട്രേഡ് ആൻഡ് എയ്ഡ് എഗ്രിമെൻറ്റ്. നമ്മൾ പറയേണ്ടത് എന്താ? ICAയും ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സും കൂടി ചേർന്ന് ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുള്ള ആഡ് എഗ്രിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. The constitution of the ICA Agreemental Subcommittee as a working group on the promotion was a successful setup in direction. ഇതിനു വേണ്ടിയുള്ള പ്രമോഷൻസിൻ്റെയും നടത്തിപ്പിൻ്റെയും മറ്റു പരമാധികാരം എന്ന് പറയുന്ന ഒരു സബ് കമ്മിറ്റി ഏൽപ്പിച്ചു. ആ സബ് കമ്മിറ്റിയാണ് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സംഘടിപ്പിച്ചത്, നടപ്പാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സബ് കമ്മിറ്റിക്കായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത് എന്നുള്ളതാണ് പ്രത്യേകതയുള്ള കാര്യം. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള സബ് കമ്മിറ്റി, ദ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഒബ്ജക്റ്റ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് ഈ സബ് കമ്മിറ്റിയുടെ മെയിൻ പരിഗണനയ്ക്ക് വന്നത്. പ്രൊവൈഡിങ് എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ കോപ്പറേഷൻ കോപ്പറേറ്റീവ്സ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. നമ്മൾ പറയുന്നത് എന്താ? ഈ കമ്മിറ്റിയുടെ നിർദ്ദേശം ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷനുകൾ ആഗോളതലത്തിൽ പരസ്പരം കൈമാറുക. ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി ഫോർ കോപ്പറേറ്റീവ് എമംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. അവർ പറയുന്നത് എന്താ? അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൻ്റെ മേഖലകളിൽ ആഗോളതലത്തിൽ സഹകരണം ഉണ്ടാകണം. അതിനൊരു കാരണമുണ്ട്. ഈ കാർഷിക മേഖലയാണ് ലോകരാഷ്ട്രങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. അതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലകളിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്ന സംവിധാനങ്ങൾക്ക് വന്നാൽ അത് വളർച്ച ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സബ് കമ്മിറ്റി ക്ലിയറിംഗ് ഹൗസ് ഓഫ് ഇൻഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. ഈ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളുണ്ടായാലും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ഈ കമ്മിറ്റിയായിരുന്നു. ഇറ്റ് എക്സാമിൻ ദ പോസിബിലിറ്റീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഡിഫറെൻറ്റ് കമോഡിറ്റീസ് എമംഗ് ദി കോപ്പറേറ്റീവ്സ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. ഇവർ പരിഗണിച്ച കാര്യം എന്താ? ഈ കോപ്പറേറ്റീവ് മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് അറ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ എന്നുള്ളതാണ് ഈ സബ് കമ്മിറ്റിയുടെ ഏറ്റവും ലക്ഷ്യമായിട്ട് അവർ കണക്ക് കൂട്ടിയത്. ഇറ്റ് കളക്ട് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ഹാസ് ആൻഡ് സർക്കുലേറ്റ് ദം ടു ദി മെമ്പർ ഓർഗനൈസേഷൻ. അവരെന്ത് ചെയ്ത് ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ആ സൊസൈറ്റികളുടെ ഒക്കെ കണക്കെടുക്കുകയും പേരെടുക്കുകയും അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ പബ്ലിഷ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു അസോസിയേഷനോ ഒരു ഗ്രൂപ്പോ ഒരു യൂണിറ്റി ഫിനോമിന ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ICA സെറ്റപ്പ് ഫിഷറീസ് ഗ്രൂപ്പ്. ICA എന്ത് ചെയ്തു? ഫിഷറീസ് ഗ്രൂപ്പ് എമംഗ് മെമ്പേഴ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അപ്പോൾ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്ന ഒരു വസ്തുതയാണ് ഫിഷറീസ്. അതിനും കൂടിയുള്ള സംവിധാനം അവരുണ്ടാക്കി, ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. മെയ്ഡ് സർവേ ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ദ സർവേ ഹാസ് ബീൻ ഫിനാൻസ്ഡ് ബൈ ICA ആൻഡ് സെൻട്രൽ യൂണിയൻ ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് ഓഫ് ജപ്പാൻ ഈക്വലി. അപ്പോൾ ഈ കമ്മിറ്റിക്ക് ഒരു സർവേ നടത്തി. ഇതിൻ്റെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി ഒരു സർവേ നടത്തി. അതിൻ്റെ ഫിനാൻസിങ്ങും ട്രേഡിങ്ങും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിരുന്നത് ഞാൻ ഈ പറയുന്ന ആരായിരുന്നു? ICAയും ജപ്പാനും ആയിരുന്നു എന്നുള്ളതാണ്. ഇൻ ഷോർട്ട്, എഫേർട്ട് ഓഫ് ICA ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഓഫീസേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് കൺസിഡറബിളി. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ICA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസും അതിൻ്റെ റീജിയണൽ ഓഫീസുകളുടെയും വളരെ ശക്തമായ പ്രവർത്തനം കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ട്രേഡ് അത്ര കണ്ടു വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ഇനി നമുക്ക് നോക്കേണ്ടത് ICAയുടെ ഗവേണിംഗ് ബോഡിയാണ്. ICAയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗവേണിംഗ് ബോഡി. ഗവേണിംഗ് ബോഡി, ഗവേണിംഗ് ബോഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ICA ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം ICA എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. സെർവ് ഫോർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. ICAയുടെ പ്രവർത്തനം എന്താ? അവരുടെ ഫുള്ള് പ്രവർത്തനം, അവരുടെ അഡ്വൈസ്, ഹെൽപ്പ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, കോൺഫറൻസുകൾ, ട്രേഡ് ഫെയറുകൾ, പബ്ലിക്കേഷൻസ് ഒക്കെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ഡിസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ഓൺ ആൻഡ് ഡെമോക്രാറ്റിക്കലി ഗവേൺഡ് ബൈ ദെയർ മെമ്പേഴ്സ്. അതൊരു ഡിസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനാണ്. ഇറ്റ് ഈസ് എ ഡിസെൻട്രൽ ഓർഗനൈസേഷൻ ഓൺ ആൻഡ് ഡെമോക്രാറ്റിക്കലി ഗവേൺഡ് ബൈ ദി മെമ്പേഴ്സ്. എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ ഡിസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ഓൺ ആൻഡ് ഡെമോക്രാറ്റിക്കലി ഗവേൺഡ് ബൈ ദി മെമ്പേഴ്സ്. അത് അധികാരം മുഴുവൻ വിഭജിച്ച് കൊടുക്കുക. അതിനേക്കാളുപരി അതിൽ അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഡെമോക്രാറ്റിക് മാനേജ്മെൻ്റ് ആണ് ICAയ്ക്കുള്ളത്. അക്കോർഡിംഗ് ടു ദ റൂൾസ് അപ്രൂവ്ഡ് ബൈ ജനറൽ ബോഡി ഓൺ 4th September 2003, the structure of ICA consists of 20 member governing body. അതാണ്. അപ്പോൾ ICAയുടെ ഗവേണിംഗ് ബോഡിയുടെ സംവിധാനങ്ങൾ വരുന്നത് 4 സെപ്റ്റംബർ 2003. ഗവേണിംഗ് ബോഡിയുടെ സംവിധാനം ഉണ്ടാകുന്നത് 4 സെപ്റ്റംബർ 2003. 4 സെപ്റ്റംബർ 2003 അങ്ങനെ ഒരു ഗവേണിംഗ് ബോഡി, അതുമായി ബന്ധപ്പെട്ട റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 20 മെമ്പേഴ്സാണ്. ഈ ഗവേണിംഗ് ബോഡിയുടെ പ്രത്യേകത 20 അംഗ മെമ്പേഴ്സാണ്. 20 മെമ്പേഴ്സ് ഗവേണിംഗ് ബോഡി. ഏതൊക്കെയാണ് ഇതിൻ്റെ ഭാഗം? ജനറൽ അസംബ്ലി, 4 റീജിയണൽ ഓഫീസേഴ്സ്, 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് ആൻഡ് 4 തിമാറ്റിക് കമ്മിറ്റി. ഇത്രയാണ് ഈ ബോഡിയിൽ വരുന്നത്. ദ ഗവേണിംഗ് ബോഡി ഓഫ് ICA കൺസിസ്റ്റൻസ് ഓഫ് ദി ഫോളോയിങ്. ആ ഗവേണിംഗ് ബോർഡിൽ എന്താ വരുന്നത്? ജനറൽ അസംബ്ലി, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്, റീജിയണൽ അസംബ്ലീസ്, റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ്, ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. ഇത്രയാണ് ആ ഗവേണിംഗ് ബോഡിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ICAയുടെ ഗവേണിംഗ് ബോഡി ഓഫ് ICA, ഗവേണിംഗ് ബോഡി ഓഫ് ICA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ജനറൽ അസംബ്ലി, പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി. 2 അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്. 3 റീജിയണൽ അസംബ്ലീസ്, 4 റീജിയണൽ ഇലക്റ്റീവ് ബോഡീസ്, 5 ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി, ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 20 അംഗങ്ങൾ കൂടി ചേർന്നാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ജനറൽ ബോഡി, അതായത് ICAയുടെ ഗവേണിംഗ് ബോഡിയുടെ ഭാഗമായിട്ട് വരുന്നത് ഒന്ന് ജനറൽ അസംബ്ലി. നമുക്കറിയാം എപ്പോഴും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി ആയിരിക്കും. പിന്നെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ബോർഡ്, പിന്നെ വരുന്നത് റീജിയണൽ അസംബ്ലി, റീജിയണൽ സെലക്റ്റീവ് ബോർഡ്, ഓഡിറ്റ് ആൻഡ് കൺട്രോൾ കമ്മിറ്റി. ഇത്രയാണ് ICAയുടെ ഗവേണിംഗ് ബോഡി ആയിട്ട് നമ്മൾ ഉൾപ്പെട്ടത്. അപ്പോൾ ഇത്രയും ഭാഗമുണ്ട്. 5 ഗ്രൂപ്പുകൾ ചേർന്ന് അല്ലെങ്കിൽ 5 കമ്മിറ്റികളുടെ ഒരു ക്ലബിംഗ് ആണ് ICAയുടെ ഈ പറയുന്ന ഗവേണിംഗ് ബോഡി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ, താങ്ക് യു. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.